ഒന്നും വെച്ചിട്ടില്ല, മീൻ ഇരിപ്പുണ്ട്. കറി വെച്ചില്ലേ? വെക്കണം. ആണോ? തോരൻ വല്ലതും ഉണ്ട്? തോരൻ ഞാൻ മീൻ വെച്ച് വെക്കണ്ടെന്നല്ലേ പറഞ്ഞോളൂ. തോരൻ എന്തെങ്കിലും ഒരു വേണ്ടേ? നീ ഇതിപ്പോ എവിടെ വരുന്നു? ഞാൻ താഴെ പോയതാ മുരിങ്ങയില പറിക്കാനായിട്ട്. അവിടെ ഒരു കുന്തവും ഇപ്പൊ സുലിച്ചേച്ചിയുടെ അടുത്തോട്ട് പോയി ചെല്ലാൻ പറഞ്ഞു. അവിടെ കൂമ്പിരിപ്പുണ്ടെന്ന് വേണം ചേച്ചിക്ക്. കൂമ്പെന്നല്ലേ ഞാൻ പറഞ്ഞത്? കൂമ്പ് വേണോ? എന്തിനാപ്പോ നിനക്ക്? അതിപ്പോ മുരിങ്ങയില കിട്ടിയില്ലല്ലോ, ഇനി കൂമ്പ് തോരൻ വെക്കാന്ന് വിചാരിച്ചു. ചേച്ചിക്ക് വേണോന്ന്? അവിടെ വരെ ഞാൻ പോണുണ്ട്. എനിക്ക് വേണ്ട. പാടുത് അങ്ങോട്ടല്ലേ ചേച്ചി? എത്ര നേരം കൊടുത്താടി നീ? ചേച്ചി തന്നെ ബീഫ് തിന്നാൻ കൊതി. കൊതിയൊക്കെ എനിക്കുണ്ട്. ഞാൻ പോയി ഇച്ചിരി ബീഫ് മേടിച്ചോണ്ട് വന്നാലോ? പൈസ എവിടെ ഇരിക്കുന്നു? പൈസ ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിലും. എവിടെ നിന്ന് കിട്ടിയ പൈസ? നിന്റെ പൈസ എൻ്റെ കയ്യിലുണ്ട്. എന്റെ പൈസ? അതവിടെ എന്തപ്പള്ള അതെൻ്റെ കയ്യിലുണ്ട്. ഏത് പൈസ? മറ്റേ സുഭദ്ര ചേച്ചിക്ക് തച്ചു കൊടുത്തില്ലേ? അതിന്റെ പൈസ ഇപ്പൊ വഴിയിൽ വെച്ച് എന്റെ കണ്ടു. അതെ, ആ ഫണ്ട് ഞാൻ ബീഫിലേക്ക് മാറ്റി കഴിഞ്ഞു. നീ ഒന്നും അടങ്ങിയില്ല, പോക്കറ്റിലില്ല. അത് വേറെ. ഇച്ചിരി പൈസ വരാണ്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് തന്നെ ഞാൻ തരാം. എനിക്ക് വേണ്ട പൈസ. 500 രൂപ എന്തായാലും ബീഫ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. വരട്ട് ഇന്ന് ഇച്ചിരി കൊളസ്ട്രോൾ കൂടിയാലും കുഴപ്പമില്ല. നിനക്കും മോഹം ഉണ്ടായില്ലേ ബീഫ് തിന്നാൻ? എനിക്കിഷ്ടമല്ല. അങ്ങനെയൊന്നുമില്ല. എന്നാ നീ കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. എല്ലാരും എവളെ കുടുംബത്തിന്റെ കാര്യം പിന്നെന്ത്? ഇതെന്ത് പാടുന്നത്? അവൻ എന്തെങ്കിലും പറഞ്ഞ എന്തിനാ കുടുംബത്തിനെ പറയണ? എന്തിനാ നിങ്ങള്? അതെ, ഈ 5 വിരലിൽ ഒരു വിരൽ കൊള്ളൂലായിരുന്നാലും മൊത്തത്തിൽ കയ്യെ കുറ്റം പറയുള്ളൂ. അങ്ങനെയാണ് അത്. ഒരെണ്ണം. അപ്പൊ ഒരു വിരലിനൊരു കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ ആ വിരലില്ല കൈ മൊത്തത്തിനങ്ങ് വെട്ടിക്കളയോ? ഇല്ലല്ലോ. ചിലപ്പോ ചെയ്യും, അങ്ങനെ വേണ്ടി വരും. ചില സൂക്കേടുകൾക്ക് അങ്ങനെയാണ്. നിങ്ങൾ ഇനി ഒന്നും മിണ്ടാതിരിക്കും. അവിടത്തെ വലിയൊരു ബഹളം കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് മത്തിക്കറി വെച്ചുകൊണ്ട് വരും കേട്ടോ. ഒരു കഷ്ണം പോലും ഞങ്ങൾക്കാർക്കും കിട്ടത്തില്ല. ഫുള്ള് ഇവൻ തന്നെ കഴിക്കും. ഇപ്പോഴും മത്തി ഇഷ്ടാണ്. പിന്നെ അയ്യോ, വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ആ മത്തിക്കറി കഴിച്ചാണ്ടല്ലേ പിന്നെ വേറെ ഒന്നും ആ ദിവസമേ ഒന്നും വേണ്ട. അത്ര ടേസ്റ്റാ. പക്ഷെ ഇന്നിവിടെ മീനൊന്നും ഇല്ല. ഞങ്ങള് മീൻ മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പോഴാണ് ചേച്ചിനെ കണ്ടത്. അതൊന്നും പ്രശ്നമില്ല, നമുക്ക് മീൻ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നാടൻ ഫുഡ് കിട്ടത്തില്ലേ ഇവിടെ? പിന്നെ എന്റെ വീട്ടിൽ എന്ത് കഴിച്ചാലും കഴിച്ചു വയ്യ, എന്തായാലും മതി. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കുടിക്കാം. എന്നെ ഇവിടേക്ക് ഒന്ന് നടന്ന് കാണിക്കൂ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് സിറ്റിക്കാർക്ക് കാണാത്ത ഒരുപാട് കാര്യമുണ്ട്. വാഴത്തോട്ടമുണ്ട്, ചക്ക ഇങ്ങനെ നിൽക്കണ, മാങ്ങ ഇങ്ങനെ നിൽക്കണം. കണ്ടില്ലേ? മാവ് കണ്ടില്ലേ നീ? മതി മതി മതി. എന്നെ ഒന്ന് അല്പം ശുദ്ധമായി ശ്വസിക്കാലോ. റെഡിയാക്കി